ആയതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ ഞങ്ങൾ കുറച്ച് പേര് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി. ഇപ്പുറത്തെ കെട്ടിടത്തിൻ്റെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, സ്റ്റെപ്പിൽ കൂടെ കയറി ഈ കെട്ടിടത്തിൻ്റെ മണ്ടവശം കാണാൻ പറ്റും. അപ്പോൾ അതിലൊരു ആണുണ്ടായിരുന്നു. അത് ഈ പറയാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരുന്നത് ആ സമയത്ത്. പക്ഷെ അതൊക്കെ കണ്ടു കഴിഞ്ഞു. നേരം വെളുത്തൊരു 5 മണി ആയപ്പോഴത്തേക്കാണ് ഇനി അടുത്ത നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് കേസ് കൊടുത്തില്ലേ, എവിഡൻസ്, അതിൻ്റെ വിവരാവകാശം കൊടുത്തു. വിവരാവകാശം എനിക്ക് വേണമല്ലോ, ഞാൻ പീഡിപ്പിച്ചെന്ന് പറയുമ്പോൾ. വൈകിട്ടായപ്പോഴത്തേക്കിന് എല്ലാവരും ഉണ്ട്, അവരുടെ കുറച്ച് സ്റ്റാഫുകളും പിന്നെ ബന്ധുക്കളും എല്ലാം കൂടെ വന്ന് രാത്രിയിൽ എന്നെ ഒരുപാട് അടിച്ചെടുത്ത് അലമാരിക്കകത്ത് കയറ്റി. ഇത് വൃദ്ധസദനമാണോ അതോ ചിൽഡ്രൻസ് ഹോം ആണോ അതോ അല്ലെങ്കിൽ അനാശ്വാസ കേന്ദ്രമാണോ നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് ഉദയഗിരിജ? കാരണം നിങ്ങൾ ഇതിനൊരു ക്ലിയർ ആയിട്ടൊരു ക്ലാരിഫിക്കേഷൻ തരണം കേട്ടോ. നിങ്ങൾ എന്ത് പരിപാടിയായിരുന്നു അവിടെ നടത്തിക്കൊണ്ടിരുന്നത്? ഒരു സൈഡിൽ നോക്കുമ്പോഴത്തേക്കിന് ഇതൊരു വൃദ്ധസദനം, ഇപ്പുറ സൈഡിൽ നോക്കുമ്പോഴത്തേക്കിന് ഇത് ചിൽഡ്രൻസ് ഹോം, 2 നിലകളിലേക്ക്. ഇതിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ കളിമയം. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ അനാശ്വാസമായിട്ടും വേണ്ടി ഇതിനെ കൂട്ടാം. കാരണം അമ്മാതിരി പരിപാടികൾ, അമ്മാതിരി തെളിവുകൾ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിക്കുന്നത്. അവിടുത്തെ ഒരു അന്തേവാസി നേരിൽ കണ്ടുകൊണ്ട് കണ്ട കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടൊന്ന് വിശദീകരിച്ച് തരുന്നുണ്ട്. ആ സംഭവങ്ങളെല്ലാം ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പം അമ്മയും മോനും സ്ഥലത്തില്ല കേട്ടോ, 2 പേരും മുങ്ങിയിട്ടുണ്ട്. ആ മുങ്ങി എന്തോ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്തോന്ന്, പെൺകുട്ടി 18 ആവുന്നതിന് മുമ്പേ പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് പോക്സോയിലോട്ട് വരുന്നത് കൊണ്ട് കല്യാണം കഴിച്ച വ്യക്തി എന്ന രീതിയിലും അല്ലെങ്കിൽ അതിന് മുമ്പേ അറിയാവുന്ന ഒരു രീതി വെച്ച് നോക്കുമ്പോഴും പുള്ളിക്കാരൻ ഓടിയതിന് കാരണമുണ്ട്. ഞാൻ അതിന്റെ വ്യക്തമായ ഒരു വോയിസ് ക്ലിപ്പ് ഈ വീഡിയോക്കകത്ത് വെക്കുന്നുണ്ട്. അമ്മ എന്തിനായിരിക്കും ഓടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് സ്ട്രേഞ്ചേഴ്സ് ഒക്കെ താമസിക്കുന്ന ഒരു സ്ഥാപനത്തിൽ സൗകര്യം ഒരുക്കി കൊടുത്തു തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇപ്പൊ വൈദ്യപരിശോധനയൊക്കെ നടത്തിയിട്ട് വരുമ്പോഴത്തേക്ക് ഇതിന്റെ പിന്നിലുള്ള ആരൊക്കെ ഉണ്ട് അവരെല്ലാം പൊക്കുമ്പോൾ മെയിൻ ആയിട്ട് ഇതിന്റെ നടത്തിപ്പുകാരി ആരായിരുന്നു അവരെ തന്നെ പൊക്കും. പ്രത്യേകിച്ച് ആ നടത്തിപ്പുകാരി അവരുടെ അമ്മയും അല്ലെങ്കിൽ ആ മകന്റെ അമ്മയും ആയതുകൊണ്ട് സംഭവം നല്ല കൊഴുക്കത്തതേ ഉള്ളൂ. എന്തായാലും ആരോപണങ്ങൾ അവിടെ മാത്രം നിൽക്കുന്നില്ല. അവിടെ തന്നെയുള്ള അന്തേവാസിയെ കൊണ്ട് അവിടെ ജോലി ചെയ്യിപ്പിക്കുന്നതിന് കുറച്ചധികം ആരോപണങ്ങൾ, ആ അന്തേവാസിയെ അവിടെ ഇട്ട് ഫാമിലി മെമ്പേഴ്സ് വരെ വന്നിട്ട് എടുത്തിട്ട് അടിച്ച് നശിപ്പിക്കുന്നു തുടങ്ങിയ വീഡിയോ ക്ലിപ്പുകളും കാര്യങ്ങളെല്ലാം ആയിരിക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മൊത്തമായി കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രൂപേണ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. ആദ്യം നമുക്ക് ഞാനൊരു പീസ് കാണിച്ചു തരാം. അതായത് ഈ ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആയത് 18 വയസ്സ് തികയുന്നതിന് മുമ്പേ ആണെന്ന് പറയുന്നുണ്ട്. 18 വയസ്സ് തികഞ്ഞ് 10ാമത്തെ ദിവസമായിരുന്നു കല്യാണം. കണക്ക് കൂട്ടി നോക്കുമ്പോൾ 8ാമത്തെ മാസത്തിൽ കൊച്ചു പ്രസവിക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ അതിന്റെ ഒരു കണക്ക് എങ്ങനെ വന്നെന്ന നമുക്കൊരു കാൽക്കുലേഷൻ കൃത്യമായിട്ടുണ്ടല്ലോ. എന്നിരുന്നാലും ആ വ്യക്തി തന്നെ കല്യാണം കഴിച്ചാൽ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ. പക്ഷെ ഈ കണക്ക് കൃത്യമല്ലാത്ത സ്ഥിതിക്ക് ഇതൊരു പോക്സോ വിഭാഗത്തിലേക്ക് പോകുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഒരു പോക്സോ ആ ഒരു സ്ഥാപനത്തിനുള്ളിൽ എങ്ങനെ നടന്നു എന്ന് നിങ്ങൾക്ക് ഒരു ചിന്താഗതി കാണുമല്ലോ. അതെങ്ങനെയാണെന്നുള്ളത് ആദ്യം വോയിസ് ക്ലിപ്പിൽ നമുക്ക് കാണാം. അവള് ഞങ്ങളുടെ കൂടെ പഠിക്കുമായിരുന്നു, +2 ഞങ്ങളുടെ കൂടെ. അപ്പൊ ആ സമയം ആ ഒക്ടോബറിൽ അവളെ കെട്ടിച്ചു വിട്ടേ. അത് എങ്ങനെയാന്ന് വെച്ചാ, അവളാണെങ്കിൽ രാത്രി ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഗ്രില്ല് കൂട്ടുവേ. ഞങ്ങൾക്ക് ഇങ്ങനെ 6 റൂമാ. അപ്പൊ എല്ലാരും അകത്തായി, കാരണം 10 മണിയാകുമ്പോ ഗ്രില്ല് കൂട്ടുക അവിടത്തെ. ആ മെയിൻ ഗ്രില്ല്, ആ റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്ന അവിടെ. ആ ഗ്രില്ല് കൂട്ടിയിട്ട് സ്റ്റാഫ്മാര് കിടക്കാൻ പോകുന്നു. അപ്പോഴാണെങ്കിൽ ഈ ചേട്ടനാണെങ്കിൽ ഇവർക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്തായിരുന്നു. അപ്പൊ അവൾ ഇന്നും അത് വെച്ച് ആ ഗ്രില്ല് തുറന്നിട്ട് അങ്ങനെ ഇറങ്ങി ആ ചേട്ടന്റെ റൂമിൽ പോവായിരുന്നു. ഇതൊരു സദനം പോലൊരു സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യമാണോ ഇത്? ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്ത് അവിടെ തുറന്നിറങ്ങി പുറത്തോട്ട് വന്നിട്ട് ചെറുക്കന്റെ മുറിയിലോട്ട് പോകാനായിട്ട്. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർക്ക് എന്ത് സുരക്ഷ അവിടെ ഉള്ളത്? സ്വന്തം വാർഡനായിട്ടോ അല്ലെങ്കിൽ ആ സ്ഥാപനം നോക്കി നടത്തുന്നവരുടെ മകൻ തന്നെ ഇമാതിരി പരിപാടി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കെ. അവൻ കെട്ടിയില്ല, ഓക്കെ. പക്ഷെ അതുപോലൊരു സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷനെ അല്ലേ ഇങ്ങനെ കയറി ബാധിച്ചിരിക്കുന്നത്, അല്ലെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുന്നത്? ഇതെല്ലാം ഒരുപാട് സ്പോൺസറൊക്കെ കൂടി ഒരുപാട് പൈസകളൊക്കെ കൊടുക്കുന്നത് ഇമാതിരി പരിപാടിക്ക് വേണ്ടിയിട്ടാണോ? കാരണം ഇതൊന്നല്ല. 2ാമത്തെ കാര്യം ഞാൻ എൻ്റെ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഷബീന ബീവിയുടെ ചാനലിൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള വോയിസ് ക്ലിപ്പുകളും വീഡിയോ ക്ലിപ്പുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത് അവർ അതിന്റെ ഇൻഫർമേഷനും കാര്യമായിട്ട് പുറകെ നടക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഒരു ഭാഗമായിരിക്കും ഞാൻ എന്തായാലും ഇതിനകത്ത് കാണിക്കാൻ പോകുന്നത്. 2ാമത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതേ സ്ഥാപനത്തിൽ തന്നെ താമസിച്ചിരുന്ന, അതായത് അവിടെ താമസിച്ചിരുന്ന ഒരു അന്തേവാസിയായിട്ടുള്ള ലക്ഷ്മിയുടെ മരണത്തെക്കുറിച്ച്. ആ മരണത്തെക്കുറിച്ചും ഒരുപാട് അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്, അതിനെതിരെ കേസുമായിട്ടുണ്ട്. ആ ഒരു കട്ട് പീസും കൂടെ ഞാനൊന്ന് കാണിച്ചിട്ട് ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് ഒന്ന് വരാം. ആ ചിൽഡ്രൻസ് ഹോമിൽ ഉണ്ടായിരുന്ന ഞാൻ പോസ്റ്റിൽ പറയുന്ന ലക്ഷ്മിയാണ്. ആ കുട്ടീനെ അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുപോകണമെന്നാണ് ഞാൻ പരാതിയിൽ കൊടുത്തിരുന്നതും. അമ്പിളിയും ഈ ലക്ഷ്മി മരണപ്പെട്ട് ഞാൻ പോകുന്നതിൻ്റെ 1 മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ ശരീരത്തിൽ ബ്ലഡും ജലാംശവും നഷ്ടപ്പെട്ട് അതിന് നന്നായിട്ട് ആഹാരം കിട്ടുന്നില്ലെന്ന് ഞാൻ പറഞ്ഞത് കള്ളമല്ലെന്ന് ഇതോടുകൂടിയെങ്കിലും മനസ്സിലാകുമല്ലേ. മരണപ്പെട്ടു ആ കുട്ടി. ലക്ഷ്മിയുടെ അച്ഛനെ ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ലക്ഷ്മിയുടെ അച്ഛൻ
പറഞ്ഞതാണത്. ഇതൊക്കെ ഞാനെടുത്ത വീഡിയോയും ഫോട്ടോയൊക്കെയാണ് കുട്ടിയുടെ. എന്തായില്ലേ, ഒരാൾ മരണപ്പെട്ടു പോയി. ഇതൊക്കെ ഇങ്ങനെ ഓരോ ന്യൂസുകളൊക്കെ ആകുമ്പോഴായിരിക്കും ഓരോരുത്തർ അറിയുന്നത് എങ്ങനെ മരണപ്പെട്ടു, എന്തിന് മരണപ്പെട്ടു എന്നുള്ളത്. എന്തായാലും ഈ ഒരു കാര്യം അവർക്കെതിരെ, അതായത് ഇപ്പം ഒളിവിൽ പോയിരിക്കുന്ന ഉദയഗിരിജയ്ക്കെതിരെ ഇതും ഒരു ആരോപണമായിട്ടും ഇതിന് വ്യക്തമായ തെളിവുകൾ ഈ കൊടുത്തിട്ടുള്ള സന്ധ്യയുടെ കയ്യിലും ഉണ്ട്. സന്ധ്യ അതായത് മുമ്പ് അടുത്ത വാർഡനായിട്ട് നിന്നിട്ടുള്ള വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ഈ കേസുമായിട്ട് ഇപ്പം മുന്നോട്ട് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ വി ഹിയർ എന്ന് പറഞ്ഞ ചാനൽ നടത്തുന്ന വിയുമായിട്ടുള്ള ഒരു സംഭാഷണത്തിന്റെ ഭാഗമാണ് ഞാനിപ്പോൾ നിങ്ങളടുത്ത് കാണിച്ചത്. ഇതിനുശേഷം ഇവർ കളക്ടർക്ക് ഡയറക്റ്റ് പരാതി കൊടുത്തു. അതായത് ഈ പ്രശ്നങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഡയറക്റ്റ് കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി കൊടുത്തതിന്റെ ഭാഗവും വിയുടെ ചാനലിൽ വന്നിട്ടുണ്ട്. ആ ഒരു പീസ് ഞാൻ കാണിച്ചു തരാം. പത്തനംതിട്ട വരെ വന്നതാണ് ഇവിടെ കളക്ടർക്ക് പരാതി കൊടുക്കാൻ വേണ്ടി. അപ്പം മെയിൽ അയച്ചിട്ട് എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ നേരിട്ട് ഇനി പോരുന്നു. അപ്പം ഇവിടെ വന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പം കളക്ടറില്ല, കളക്ടർ ഡൽഹിയിൽ എങ്ങാണ്ട് പോയിരിക്കുകയാണ്. അപ്പം ADMന് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പം ഡിജിറ്റൽ തെളിവുകളൊക്കെ ഹാജരാക്കിയിട്ടുണ്ട്, കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ അടുത്തത് എനിക്ക് ഇന്ന് അവിടെ ഇതിൻ്റെ മേലധികാരികൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വേറെ പരാതിയൊന്നും കൊടുക്കാഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ DCPUലും കൂടി പരാതി കൊടുത്തേന്, ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൽ. അപ്പം അവിടെ പോകാൻ പറ്റിയില്ല. പിന്നെ ഇനി അടുത്ത നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് കേസ് കൊടുത്തില്ലേ, എവിഡൻസ്, അതിൻ്റെ വിവരാവകാശം കൊടുത്തു. വിവരാവകാശം എനിക്ക് വേണമല്ലോ. ഞാൻ പീഡിപ്പിച്ചെന്ന് പറയുമ്പോൾ അതിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് നമുക്ക് കിട്ടണമല്ലോ. നമ്മൾ ചെയ്യാത്ത ഒരു തെറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ അതിനു വേണ്ടിയൊക്കെ ഞാൻ ഇന്ന് എന്തായാലും സന്ധ്യ വ്യക്തമായ തെളിവുകൾ വെച്ചിട്ട് തന്നെ അവർക്കെതിരെയുള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ഇതുപോലെ തന്നെ ഉദയഗിരിജ ഇവർക്കെതിരെ ഒരു കേസും കൊടുത്തിട്ടുള്ള അന്തേവാസികളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ കേസിനകത്ത് എത്രത്തോളം സത്യസന്ധതയുണ്ട്, അതിനകത്ത് വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും നല്ലൊരു ക്ലാഷ് നടക്കും. അല്ലാത്ത പക്ഷം സന്ധ്യയുടെ കയ്യിൽ വ്യക്തമായ തെളിവുകളും അതിൽ പറയത്തക്കതായിട്ടുള്ള ആരോപണങ്ങളും കുറച്ചധികം അവിടെ താമസിക്കുന്ന അന്തേവാസികൾ തന്നെ പല അധികം തെളിവുകളും വോയിസ് ക്ലിപ്പുകളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നതുകൊണ്ട് അത് അവർക്ക് അല്പം ബുദ്ധിമുട്ടാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതേ സ്ഥാപനത്തില് അന്തേവാസി അല്ലെങ്കിൽ അന്തേവാസിയെ കൊണ്ടായിരിക്കും അവിടുത്തെ ജോലികളൊക്കെ എടുപ്പിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുമാണ്, കാണിച്ചിട്ടുള്ളതുമാണ്. അപ്പം ആ അന്തേവാസിക്ക് പറയാനുള്ള ഒരു സംഭവം നിങ്ങൾ കേട്ട് നോക്കണം. ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇതൊരു സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യമാണോ എന്ന്, അല്ലെങ്കിൽ ഇതുപോലെ ഈ കുട്ടികളെയും പ്രായമുള്ളവരെയും നോക്കുന്ന സ്ഥാപനത്തിൽ നടത്താൻ പാകത്തിലുള്ളൊരു കാര്യമാണെന്ന്. അവിടെ തന്നെ അവരുടെ റേഞ്ച് എന്തോന്ന്, അവരുടെ നിലവാരം എന്തോന്ന്, അവർ ഏത് തരത്തിലുള്ള സ്ത്രീയാണെന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. നോക്കാം. കരുണി ഭവനിൽ നേരത്തെ നിന്നൊരു അന്തേവാസിയാണ്. അതുപോലെ ഞാൻ സ്റ്റാഫായിട്ട് നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയുള്ള പരിഗണനകളൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ അന്തേവാസിയായിട്ട് തന്നെയാണ് കണ്ടത്. പിന്നെ രജിസ്റ്ററിനകത്ത് സ്റ്റാഫ് എന്നുള്ള ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഒരു ദിവസത്തെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എനിക്ക് അടി കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അതിൻ്റെ കാരണം പറയാനാണ് ഞാൻ വന്നത്. അതായത് അന്നേ ദിവസം വൈകിട്ട് പിന്നെ ഒരു 7-7:30 മണിയായി കാണും. 7:30 മണിയൊക്കെ ആയപ്പോഴത്തേന് അമ്മമാർക്കും മക്കൾക്കൊക്കെ ചോറ് കൊടുത്തിട്ട് മാഡം വന്നിട്ടുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ആ സമയത്തോട്ടൊന്നും അന്നദാനപ്പന്തലോട്ടോ അടുക്കളയിലോട്ടോ വരാറില്ല. വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ നേരത്തെ കയറി പോയിക്കോ, നിങ്ങൾ രാവിലെ വിട്ട് കഷ്ടപ്പെടുന്നല്ലേ, നേരത്തെ പോയി കിടന്നു. അപ്പൊ പതിവില്ലാത്ത ഒരു സ്നേഹമായിരുന്നു അന്നേരം കാണുന്നത്. നന്മയുള്ള ലോകമേ ഉദയഗിരിയുടെ നന്മ കാണുക. പെട്ടെന്ന് പോയി കിടന്നുറങ്ങ്, കരളല്ലയുന്നു. പെട്ടെന്ന് എല്ലാവരും മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. CC ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് പറഞ്ഞു. എന്തുവാണോ എന്താ ബാക്കി കേൾക്കാൻ സസ്പെൻസ് ഞാൻ കളയുന്നില്ല. അപ്പം ഞങ്ങൾ കുറച്ച് പിള്ളേരും ഞാനും ഒക്കെ ഉണ്ട്. പിള്ളേരുടെ പേര് ഞാൻ പറയുന്നില്ല, ചൈൽഡ് വെൽഫെയറിന്റെ പിള്ളേരായിരുന്നു വന്നത്. പക്ഷെ ഇപ്പൊ അവരെവിടെയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കുവോ അല്ലെങ്കിൽ ജോലിയിലോ ഒക്കെ ആയിരിക്കാം. അതുകൊണ്ട് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. അന്ന് കുറച്ച് കുട്ടികളുണ്ടായിരുന്നു കൂടെ. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇതെല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ മുറിയിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ മുറി പോകുന്നതിന് മുന്നേ ഞങ്ങൾ ക്യാമറ നോക്കും. ക്യാമറ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമറ നോക്കുന്നത്. ക്യാമറയുടെ ഓൺ ആണെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കത്തില്ല, ഓഫ് ആണെങ്കിൽ അവിടെ നിന്ന് കഴിക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങളകത്ത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ അകത്ത് കയറിയിട്ട് ഉറങ്ങാൻ സമയമായിട്ടില്ലാത്തതുകൊണ്ട് കുറേ നേരം സംസാരിച്ചപ്പോഴാണ് പിന്നെ ഒരു 9 മണിയൊക്കെ ആയി കാണും. ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് അതിന് മുമ്പേ തന്നെ ഗ്രില്ലൊക്കെ പൂട്ടാൻ പറഞ്ഞ എന്നോട് ഗ്രില്ലൊക്കെ പൂട്ടിയിട്ട് ഞങ്ങളകത്ത്. അപ്പോൾ 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് വന്നിട്ട് പിന്നെ ഞങ്ങൾക്കൊരു സംശയം, ഞങ്ങളിങ്ങനെ അവിടെ ഇരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു സംശയം, ഒരു കൈ വന്നിട്ട് 2ാമത്തെ നിലയാണ് തൊട്ട് ഈ ചിൽഡ്രൻസ് ഹോം പൂട്ടുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ കെട്ടിടം. അപ്പോൾ 2ാമത്തെ നിലയാണ്. അപ്പോൾ അവിടെ ഒരു ആണിൻ്റെ കൈ വന്നിട്ട് ഞങ്ങളിങ്ങനെ നോക്കിയപ്പം മുകളിലത്തെ റൂമിലെ ജനലിൻ്റെ കതക് ഒരു വാച്ച് കെട്ടിയ കൈ വന്ന് അടയ്ക്കുന്നത് കണ്ടു. അപ്പം അവിടെ ആണുങ്ങൾ ആരുമില്ല, ഉണ്ണിയൊന്നും അവിടെ ഇല്ലാത്ത സമയം.
അങ്ങനെ ഇങ്ങനെ ഞങ്ങൾക്കൊരു സംശയം തോന്നിയിട്ട് ഞങ്ങൾ കുറച്ച് പിള്ളേരും ഉണ്ട് കൂടെ. അങ്ങനെ നോക്കിയപ്പം അതിനകത്ത് ആളുണ്ട്. അപ്പം ക്യാമറ ഓഫ് ആയതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ ഞങ്ങൾ കുറച്ച് പേര് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി. ഇപ്പുറത്തെ കെട്ടിടത്തിൻ്റെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, സ്റ്റെപ്പിൽ കൂടെ കയറി ഈ കെട്ടിടത്തിൻ്റെ മണ്ടവശം കാണാൻ പറ്റും. അപ്പം അതിലൊരു ആണുണ്ടായിരുന്നു. അത് ഈ പറയാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരുന്നത് ആ സമയത്ത്. പക്ഷെ അതൊക്കെ കണ്ടു കഴിഞ്ഞു നേരം കളി മുടക്കിയോ? കണ്ടു കഴിഞ്ഞെന്ന്. ഇനിയിപ്പോ കണ്ടു കഴിഞ്ഞ് നേരം വെളുത്ത് എന്താണോ എന്തോ. ഓക്കെ, നേരം വെളുത്തൊരു 5 മണി ആയപ്പോഴത്തേക്കാണ് ആളിനെ പറഞ്ഞു വിട്ടതും ഒക്കെ. അപ്പം അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ കണ്ടതാണ്. അപ്പൊ 5 മണി വരെ ഉറങ്ങാതിരുന്ന് ഇതൊക്കെ കാണാനായിട്ട്. ഓക്കെ, അല്ല തെളിവുകളൊക്കെ കണ്ടുവെക്കുന്ന നല്ല കാര്യം. അതുകൊണ്ടാണല്ലോ പിന്നെ അതിനുശേഷം ഒരു ബുദ്ധിമുട്ടുണ്ടായത്. കണ്ടത് തന്നെയാണ്, കാണാത്ത കാര്യമൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അതിനുശേഷം രാവിലെ ഒരു കുറേ സമയമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് മാഡം വന്നിട്ട് പറഞ്ഞു ഇതുപോലെ എന്തുവാ ഗോപിക്ക് എൻ്റെ ജാരനെ കണ്ടുപോകുന്നു, എൻ്റെ ജാരനെ നോക്കിയിരിക്കുമായിരുന്നു എന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ ഷോക്കായിപ്പോയി. കാരണം ഞാൻ കണ്ടു എന്നല്ലാതെ ഞാൻ ഇതിനെപ്പറ്റി ചോദിക്കാനേ പോയിട്ടില്ല. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ തല പോത്തില്ലേ, ഞാൻ ചോദിക്കാൻ പോകും. അപ്പം പിള്ളേരുടെ എന്തോ പ്രശ്നം വന്നപ്പോൾ പിള്ളേരിൽ ആരോ പറഞ്ഞതാണ്, എനിക്ക് തോന്നുന്നു അങ്ങനെയാണോ തോന്നുന്നു, അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ എൻ്റെ പേര് മാത്രമേ വന്നുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ ജാരനെ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു വാക്ക് അവിടെ പറഞ്ഞിട്ടേ ഇല്ല, കണ്ടു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അതിനൊരു വാക്ക് പോലും വരെ പറയാൻ പോയിട്ടില്ല. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ബന്ധുക്കളും ഒക്കെ വന്ന് പിന്നെ എനിക്ക് എഴുതാനല്ല സാറേ വായിക്കാൻ അറിയില്ലല്ലോ. ഞാൻ കണ്ടല്ലേ ഉള്ളു, ആരോടും പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു. കണ്ട് നോക്കിക്കൊണ്ട് കുറച്ച് നേരം നിന്നെന്ന് പറയുന്നത്, അത് കഴിഞ്ഞിട്ട് പോകുന്നതും നോക്കി. അത് നല്ല കാര്യം. കൃത്യമായിട്ടൊരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ എത്ര നേരം ആയിരുന്നു അവിടെ ഉള്ളായിരുന്നു എന്നുള്ള കാര്യം. വൈകിട്ടായപ്പോഴത്തേക്കിന് എല്ലാവരും ഉണ്ട്, അവരുടെ കുറച്ച് സ്റ്റാഫുകളും പിന്നെ ബന്ധുക്കളും എല്ലാം കൂടെ വന്ന് രാത്രിയിൽ എന്നെ ഒരുപാട് അടിച്ചെടുത്ത് അലമാരിക്കകത്ത് കയറ്റി. അതൊക്കെ കുറച്ച് കുഞ്ഞുങ്ങൾ കണ്ടു. അലമാരിക്കകത്ത് കയറ്റി അടിച്ചിട്ട്? അലമാരിക്കകത്ത് എടുത്ത് അടിച്ചു കയറ്റിയത് എന്തിനാ? അലമാരിയിൽ അടിച്ചേറ്റി എന്തിനാ? അന്ന് കണ്ണു നിറഞ്ഞ കുഞ്ഞുങ്ങൾ കുറച്ച് പേരുണ്ട്, പൊടിപ്പ് പിള്ളേരൊക്കെ. അടിച്ചെടുത്ത് എന്നെ അകത്ത് കയറ്റിയിട്ട് എൻ്റെ മക്കളും നോക്കിയിരുന്ന് കരയുക. എന്നിട്ട് എന്നോട് പറയുക, നിനക്കെതിരെ ഞാൻ പീഡന കേസ് കൊടുക്കും, ഇവിടുത്തെ എത്രയോ പിള്ളേരെ കൊണ്ട് ഞാൻ എഴുതി ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചിട്ടുണ്ട്, നീ ചിൽഡ്രൻസ് ഹോമിനകത്ത് ആണുങ്ങളെ കയറ്റുമെന്ന് പറയും. അങ്ങനെയൊക്കെ എന്തൊക്കെയോ പരാതി എന്നെ പറ്റി എഴുതിയെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, എനിക്കറിയത്തില്ല. പക്ഷെ ആ സമയത്ത് ഞാനത് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. കാരണം 2 പൊടിക്കൊച്ചുങ്ങളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? 3 പേരുണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് വളരെ ഭയം തോന്നി. വേറൊരു വഴിയും കാണുന്നില്ല. അപ്പം എങ്ങനെയെങ്കിലും നേരെ വെളുത്ത് അവിടുന്ന് രക്ഷപ്പെടണമെന്നാണ് ഒരു വിചാരം ഉണ്ടായിരുന്നത്. വേറെ ഒന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഞാൻ അതിനെപ്പറ്റി ചോദിച്ചിട്ടുമില്ല. ഒരു കാര്യമുള്ളൂ, ഇവർ ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് അടിയും തന്നിട്ട് പറയുക, നീ എൻ്റെ ജാരനെ കണ്ടുപോകുന്നു. അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് രക്ഷപ്പെടുമായിരുന്നു ആദ്യത്തെ ട്രിപ്പ് പോയതിൽ. ആ സമയത്ത് കുറച്ച് സ്റ്റാഫുകളും ബന്ധുക്കളും ഒക്കെ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ. പക്ഷേ ഞാൻ കണ്ടതാണ്, എൻ്റെ കൺമുന്നിൽ ഞാൻ കണ്ടത് അതിനകത്ത് ഒരാളുണ്ടായിരുന്നു. അതിൽ ചിൽഡ്രൻസ് ഹോമിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ കെട്ടിടമാണ്, പുതിയ കെട്ടിടം. അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ഒരു സ്പോൺസർ തന്നെയാണ്. സ്പോൺസർ ആയതുകൊണ്ട് ഞാൻ എൻ്റെ പേര് പറയുന്നില്ല. എനിക്കത് പുറത്ത് അധികാരികൾ ചോദിച്ചാൽ ഞാൻ പറയാം. അന്നൊരു സ്പോൺസർ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. പകല് അവിടെ ഉണ്ടായിരുന്നു ആള്. വൈകിട്ടാണ് അതിൻ്റെ മുകളിൽ നിന്ന് കൈവച്ച് കതവടയ്ക്കുന്നത് ഞങ്ങൾ കണ്ടത്. പക്ഷെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കിനും ഞാൻ ഒറ്റപ്പെട്ടു പോയി. ഒരു വൃദ്ധസദനമായിട്ടോ അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഹോം ആയിട്ടോ കാണാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തെ ഏത് രീതിയിലാണ് അത് നടത്തിക്കൊണ്ടിരുന്ന വ്യക്തികൾ യൂട്ടിലൈസ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. അതിന് കുറച്ചധികം സ്പോൺസേഴ്സും കൂടെ നിലവിൽ നിൽക്കുന്നു. ഒന്ന്, അവരുടെ മോൻ അവിടെ കയറി പോക്സോ എന്ന് പറയുന്ന ഒരു കേസ് ക്ലിയർ ഉണ്ടാക്കിയിട്ട് ആ കൊച്ചിനെ കല്യാണം കഴിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നു. രണ്ടായി ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന്, അവർക്ക് അന്നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് CC ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് എല്ലാവരും അകത്ത് കയറിയിട്ട് ആ ഒരു സ്ഥാപനത്തെ അവർ അങ്ങനെ വിനിയോഗിക്കുന്നത്. പിന്നെ ഇവരുടെ കുറച്ചധികം ചീപ്പ് നമ്പേഴ്സ്, അതായത് കിട്ടുന്ന എമൗണ്ട് കൃത്യമായിട്ട് അവിടെ യൂസ് ചെയ്യാതെ ചെറിയ ചെറിയ പൈസകൾക്കുള്ള കുറച്ചധികം സാധനങ്ങൾ, അവരുടെ യൂസ് എത്രത്തോളം ഉണ്ട് ആ യൂസിന് ചേരുന്ന രീതിയിലുള്ള പ്രോഡക്റ്റുകൾ, ഈവൻ സോപ്പ് ആണെങ്കിലും തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാതെ ഒരു ലിമിറ്റഡ് ആക്കി പല കാര്യങ്ങളും കൊടുത്ത് ഫുഡിന്റെ കാര്യത്തിൽ പിടുത്തം കാണിക്കുന്നുണ്ട്. കൃത്യമായിട്ട് അവർക്ക് നിലവാരത്തിലുള്ള ഫുഡ് കൊടുക്കുന്നില്ല. അവിടെ ഒരു മരണം സംഭവിച്ച് ആ സംഭവിച്ചതിനകത്ത് കൃത്യമായിട്ടുള്ള എന്തൊക്കെയാണ് കാരണങ്ങൾ അതെല്ലാം പറയുന്നുണ്ട്. ഇതൊന്നും ഇതുപോലുള്ള സ്ഥാപനം പ്രോപ്പറായിട്ട് നടത്താൻ പാകത്തിലുള്ള കാര്യങ്ങളൊന്നും അല്ല സംഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സ്ഥാപനമായിട്ട് പോലും നമുക്ക് കാണാൻ പറ്റാത്ത കുറച്ചധികം കാര്യങ്ങൾ. ഇതിനെല്ലാം മേധാവിൽ ഒരു പെണ്ണ്, അവൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അതിനകത്ത് വ്യക്തമായിട്ട് നടക്കുന്നു. അതങ്ങനെ വ്യക്തമായിട്ട് നടക്കുന്ന ഒരു സ്ത്രീ അല്ലാത്തതുകൊണ്ടാണല്ലോ അവർക്ക് ഇപ്പം നാട് വിട്ട് പോകേണ്ടി വന്നത്, മോനുമായിട്ട് ഒളിച്ചു മാറി നിൽക്കേണ്ടി വന്നത്.
അപ്പം സംഭവം ഗുരുതരമായിട്ടുള്ള ഇഷ്യൂ ആണ്, സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഈ വീഡിയോയിൽ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ കുറച്ചധികം ആൾക്കാർ കണ്ടത് കമന്റ് ചെയ്യുന്നു മാത്രമല്ല, ആ വീട്ടിനകത്തോ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിനകത്ത് താമസിക്കുന്ന അന്തേവാസികളുടെ ഇത്രയും നാൾ അവർ അനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങളും അല്ലെങ്കിൽ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും, കാരണം ഇപ്പൊ സ്പോൺസേഴ്സ് ഒക്കെ പൈസ പിൻവലിച്ച് ബാക്കിലോട്ട് വരുന്നുണ്ടെന്ന്, വലിയുന്ന ഭാഗമായിട്ട് അവർക്ക് കൃത്യമായിട്ട് അവിടെ ഒരു ഫുഡ് അറേഞ്ച്മെന്റ്സ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല, അവിടുത്തെ ഫെസിലിറ്റീസ് അവർക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല. ഇതൊക്കെ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് വരുമ്പോഴത്തേക്ക് അവിടെ കുറച്ചധികം ജീവനുകളായിരിക്കും കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.